രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. അങ്ങനെ സുധിയും സച്ചിയും അവരുടെ ചന്ദ്രമതിയും അമ്മയും പിന്നെ ഫ്രണ്ടും ഒക്കെ കൂടെ അവർ അമ്പലത്തിലേക്ക് പോവാണ്. അമ്പലത്തിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും സച്ചിയുടെ കാറിലാണ് ചെല്ലുന്നത്. സച്ചിയുടെ കാർ ചെന്ന് ഇറങ്ങി കഴിയുമ്പോൾ സച്ചി പറയും എനിക്ക് വണ്ടിക്കൂലി വേണമെന്ന് പറയും. അപ്പോൾ സുധിയോട് അടുത്ത് എന്ന് പറയും എനിക്ക് വണ്ടിക്കൂലി വേണമെന്ന് പറ്റത്തില്ല എന്ന് പറയും അവൻ്റെ കല്യാണമല്ലേ ഇന്ന് നീ എന്നാൽ അത് വിട് എന്നൊക്കെ പറഞ്ഞില്ല. അല്ല എനിക്ക് എന്താണെങ്കിലും കല്യാണത്തിന് അതൊന്നും അറിയണ്ട, എനിക്ക് എൻ്റെ പൈസ വേണം, ഞാനിവിടെ വരെ ഓടിച്ചു വന്നതിൻ്റെ പൈസ വണ്ടിക്കൂലി വേണമെന്ന് പറയും. അപ്പോഴത്തേക്കും അവർ രവീന്ദ്രൻ പറയും ഞാൻ തന്നോളാം നിനക്ക് ആ പൈസ എന്ന് പറയും. വേണ്ട എനിക്ക് അച്ഛൻ തരുമൊന്നും വേണ്ട, അവൻ തന്നെ ജോലി എടുക്കുന്നില്ല, അപ്പോൾ എനിക്ക് അവൻ തന്നെ പൈസ തന്നാൽ മതി, വെറുതെ ഒന്നും അല്ലല്ലോ ഇവിടെ വരെ കാർ ഓടിച്ച് വന്നേന്നൊക്കെ പറയും. എന്നിട്ട് ചന്ദ്രമതി പറയും നീ ഒന്നും ഒച്ച ഉണ്ടായിക്കായിരിക്കും, ആൾക്കാരൊക്കെ കേൾക്കും. ഓ എന്നാ കേൾക്കാനാന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ ഓരോന്നൊക്കെ പറയുകയാണ്. ഇനി കല്യാണം നടക്കുമെന്ന് പോലും അറിയില്ല, പിന്നെ ഞാനിക്ക് വണ്ടി ഓടിച്ചു വന്നത് വെറുതെ ആവില്ല എന്നൊക്കെ പറഞ്ഞാണ്. ചന്ദ്രമതി എത്ര രൂപയായി ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് 750 രൂപ എടുത്തു കൊടുക്കുക, 100 രൂപ കൂടുതലുണ്ട് പറയും. എനിക്ക് നിങ്ങളുടെ കൂടുതൽ പൈസയൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് 100 രൂപ തിരിച്ചെടുത്ത് ചന്ദ്രമതിക്ക് തന്നെ കൊടുക്കുവാണ്. അത് കഴിഞ്ഞിട്ടേക്കും സച്ചിയും ചന്ദ്രമതിയും അവരുടെ അമ്മയുടെ ഫ്രണ്ടും ഇങ്ങനെ പോവുകയാണ്. അന്നേരപ്പോഴത്തേക്കും പറയുന്നുണ്ട് അവൻ്റെ വണ്ടി വിളിച്ച് വന്നാൽ മതി, പൈസ കൊടുക്കണ്ടെന്ന് പറഞ്ഞ് സച്ചിയാണ് നിർബന്ധിച്ച് വന്നത്. ഈ പറഞ്ഞ് വേറെ നല്ല വണ്ടിയും വിളിച്ചുകൊണ്ട് വരാമായിരുന്നു, നമുക്ക് എല്ലാവർക്കും കൂടെ വരാൻ പറ്റിയ ഒരു നല്ല വണ്ടി വിളിച്ച് വന്നാൽ മതി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സച്ചി പറയാം നിങ്ങൾക്ക് പറ്റിയ വണ്ടി അല്ല പാണ്ടിലോറിയാണ്, നിങ്ങളെല്ലാവരും കൂടെ അതിൽ വന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുകയാണ്. അവർ ഈ ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറി കഴിയുമ്പോഴാണ് രേവതിയുടെ അമ്മയൊക്കെ ഇരിക്കുന്നത്. നിങ്ങൾ ഇന്നും വന്നോ, നിങ്ങൾക്ക് ഇന്നെങ്കിലും ഇവിടെ പൂ കെട്ടാതിരുന്നൂടെ, ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ വരുന്നതല്ലേ, നിങ്ങൾക്ക് ഞങ്ങളെ നാണം കെടുത്താതിരുന്നൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുകയാണ്. അന്നേരപ്പോഴത്തേക്കും സച്ചി എന്നെ ചോദിക്കും അവർക്ക് അവരുടെ പണിയെടുക്കണ്ടേ എന്ന് ചോദിക്കും. അപ്പോൾ പറയും ഈ എല്ലാവരുടെയും മുന്നേ ഞങ്ങളെ നാണം കെടുത്താൻ വേണ്ടിയല്ലേ ഈ പൂക്കാരികൾ ഇന്നും ഇവിടെ വന്നിരുന്ന് പൂ കെട്ടുന്നേ എന്നൊക്കെ പറയും. അപ്പോഴത്തേക്കും പറയും എല്ലാവരും പണിയെടുത്തിട്ട് തന്നെ ചെയ്യുന്നത്, അവർക്ക് അവരുടെ പണി ചെയ്യണം എന്നൊക്കെ പറയും. ഇനി കല്യാണം നടക്കുമെന്ന് പോലും അറിയില്ലല്ലോ, ഇവൻ കല്യാണത്തിന് ഓടിപ്പോയ കാര്യമൊക്കെ എല്ലാവരും അറിഞ്ഞില്ലേ, ഇനി ഇത് നടക്കുമെന്ന് പോലും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ പറയുകയാണ്. അവരിങ്ങനെ ഓരോന്നൊക്കെ പറയാം. അന്നേരപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു നീ ഒന്നും മിണ്ടായിരിക്കുക, അവരുടെ അടുത്ത് നിനക്ക് കുറച്ചുകൂടെ മാന്യമായിട്ട് സംസാരിക്കത്തില്ലേ, ഒന്നുമില്ലല്ലോ നിൻ്റെ മോൻ്റെ ഭാര്യയുടെ വീട്ടുകാരല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഓ എന്ത് വീട്ടുകാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചന്ദ്രമതി ഓരോന്ന് പറയുക. എൻ്റെ അച്ഛൻ്റെ കുഴപ്പം കൊണ്ടാണ് ഇപ്പം ഞാനിങ്ങനെ പറഞ്ഞിട്ട് ഈ ബസ് ഡ്രൈവറുടെ കൂടത്തി പറഞ്ഞിട്ട് അവരുടെ ബസ് ഡ്രൈവറുടെ കൂടത്തി ജീവിക്കേണ്ട വന്നേ, അവരുടെ ബസ്സിൻ്റെ ഫ്രണ്ടിൽ ചാടി മരിച്ച ആളുടെ മോളെ കൊണ്ടല്ലേ സച്ചിനെ കൊണ്ട് കെട്ടിക്കേണ്ട വന്നേ. എന്താണേലും സുധിക്ക് ഞാൻ കല്യാണാലോചന നടത്തിക്കൊണ്ട് നല്ല രീതിയിൽ ഇപ്പോൾ നല്ലൊരു പെങ്കുച്ചിനെ കെട്ടി, അല്ലെങ്കിൽ അവൻ്റെ അച്ഛനെ എങ്ങാനും ഇപ്പോൾ എങ്ങനെയാണ് ഏൽപ്പിച്ചായിരുന്നെങ്കിൽ എവിടെയെങ്കിലും പെട്ടിക്കട നടത്തുന്ന എവിടുന്നേലും ഒരു പെങ്കുച്ചിനെ വിളിച്ചുകൊണ്ട് വന്നേന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചന്ദ്രമതി പറയുവാണ്. ശ്രുതിനെ ഒന്ന് അവൻ കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് ഇവിടുത്തെ ഒരു കോടീശ്വരരായിട്ട് ജീവിക്കാൻ, ഞങ്ങൾക്ക് നല്ല പണക്കാരെ പോലെ ജീവിക്കാം, എന്നിട്ട് വേണം അവളുടെ അച്ഛൻ്റെ സ്വത്തെല്ലാം ഞങ്ങൾക്ക് ഇങ്ങോട്ടും എടുക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയാം. എന്നിട്ട് വേണം ഞങ്ങൾക്കൊന്ന് നല്ല രീതിയിൽ ജീവിക്കണമെന്നൊക്കെ ഇങ്ങനെ ചന്ദ്രമതി പറയുകയാണ്. വലിയ കോടീശ്വരന്മാരെ പോലെ ഇനി ഞങ്ങൾ ജീവിക്കാൻ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചന്ദ്രമതി സ്വപ്നം കാണുന്ന ശ്രുതിയുടെ കൂട്ടുകാരിയും കൂടെ വരുന്നുണ്ട്. അപ്പോഴത്തേക്കും ശ്രുതിക്ക് ആകെ ടെൻഷൻ. അപ്പോൾ പറയും കൂട്ടുകാരി പറഞ്ഞ് എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആകുന്നേ, അപ്പോൾ പറയും അവനെങ്ങാനും വിളിച്ചു കഴിഞ്ഞാൽ നവീൻ വിളിച്ചോ, അപ്പോൾ അല്ലേ നവീൻ ഇനി വിളിക്കുമൊന്നും അല്ല, അവനിനി ആ പ്രശ്നത്തിൽ വരുമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ വരും കേട്ടോ. അപ്പോഴത്തേക്കാണ് അവളുടെ കോളിലേക്ക് വേറൊരു നമ്പറിൽ നിന്ന് കോൾ വരും. അപ്പോഴത്തേക്കും കോൾ എടുക്കുമ്പോഴത്തേക്കും അവിടെ നിന്നൊരു പാട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ പറയും കല്യാണി ബാക്കി നീ പാടാൻ പറയുമ്പോഴത്തേക്കും ശ്രുതി ആകെ ടെൻഷനായിട്ടിരിക്കുക. നീ എങ്ങോട്ടാ പോകുന്നേ, നീ കല്യാണം കഴിക്കാൻ പോവാണോ, ഞാനിന്ന് അവിടെ വരുന്നത് എല്ലാവരുടെയും ഞാൻ നിൻ്റെ പുറകെ തന്നെ ഉണ്ടെന്ന് പറയും. അപ്പോഴത്തേക്കും ഡ്രൈവറോട് പറയും വണ്ടി നിർത്താൻ പറയുകയാണ് ശ്രുതി. അപ്പോഴത്തേക്കും വണ്ടി കേൾക്കത്തില്ല, ചേട്ടൻ്റെ ചെവി കേൾക്കത്തില്ല, വണ്ടി നിർത്താനാ പറഞ്ഞതെന്ന് വെച്ചിട്ട് ശ്രുതി അവളുടെ കൂട്ടുകാരിയോട് പുറത്തിറങ്ങുക. എന്നിട്ട് പറയും ഞാൻ ആ കല്യാണത്തിന് വരുന്നില്ല, ഞാൻ എന്തോരം ആഗ്രഹിച്ച് നടത്തി എൻ്റെ സ്വപ്നങ്ങളൊന്നും നടക്കാൻ പോകത്തില്ല, 18 വയസ്സിന് മുന്നേ എല്ലാവരോടും എന്നെ കെട്ടിച്ചു, അന്ന് ഞാൻ ഓടിപ്പോകണമെന്ന് വിചാരിച്ചു, പക്ഷെ അന്ന് നടന്നില്ല, ഞാനിന്ന് എൻ്റെ ഇഷ്ടത്തിന് ഞാനൊരു ഇഷ്ടപ്പെട്ട ഒരാളുടെ വിവാഹം കഴിക്കാൻ നോക്കിയപ്പോൾ അതും നടക്കുന്നില്ല, എൻ്റെ സ്വപ്നങ്ങളൊന്നും നടക്കുന്നില്ല എന്നൊക്കെ ഒരു ശ്രുതി ആകെ ടെൻഷനായിട്ട് ഇങ്ങനെയുള്ള വണ്ടിയിൽ നിന്ന് ഇങ്ങനെ പുറത്തിറങ്ങി. അപ്പോൾ ഇങ്ങനെ വർഷേനെ കല്യാണത്തിന് വിളിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും സച്ചി പറയും കല്യാണം നടക്കുമെന്ന് പോലും അറിയില്ല, പിന്നെ എങ്ങനെ വിളിക്കാനാന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ പറയുന്നതാണ്. അപ്പോൾ ഇവരെല്ലാവരോടും ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്, ഇത്രയും നേരമായിട്ട് വന്നില്ലല്ലോ. അപ്പോൾ പറയും ശ്രുതിയും ഇവൻ വല്ല ഒളിച്ചു പോയ കാര്യമൊക്കെ വല്ലോ ആ പെണ്ണിൻ്റെ അടുത്ത് അവർ പറഞ്ഞു കാണും, അതായിരിക്കും ഇപ്പോൾ വരാത്ത എന്നൊക്കെ പറയുന്നുണ്ട്, ഇത് നടക്കുമെന്നൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞു സച്ചി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴത്തേക്കും ശ്രുതി വന്നേച്ച് പറയാണ് നിങ്ങളെല്ലാവരും കൂടെ എന്താ ഇവിടെ നിന്ന് സംസാരിക്കുന്നത്, ഞാനാണെങ്കിൽ അവിടെ തന്നെയാണ്. അയ്യോടാ നീ പേടിച്ചോ, നീ വന്ന് നിൻ്റെ തള്ളയുടെ കയ്യെ പിടിച്ച് നിൽക്കാനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ശ്രുതിയോട് ഇങ്ങനെ ചുമ്മാ ഓരോന്നൊക്കെ ഇങ്ങനെ സച്ചി പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുവാണ്. നീ ഓടിപ്പോയ കാര്യമൊന്നും ഈ പെണ്ണിൻ്റെ അടുത്ത് പറഞ്ഞില്ലേന്ന് ചോദിക്കും. അതൊന്നും പറഞ്ഞ് കാണത്തില്ല എന്ന് പറയും.
അതുപോലെ ചിലപ്പോൾ ഇനിയും ഓടിപ്പോകുന്നു പേടിച്ച് ചിലപ്പോൾ പെണ്ണ് കല്യാണത്തിൽ നിന്ന് പിന്മാറി ഇത്രയും നേരമായിട്ട് വന്നില്ലോ. അപ്പോൾ ശരി ഇത്രയും നേരമായിട്ട് പെണ്ണ് വന്നില്ലല്ലോ എന്ന് ഇങ്ങനെ ശ്രുതി വന്നില്ലല്ലോ, അപ്പോൾ ശ്രുതി അവിടെ നിന്ന് ഇറങ്ങുവാന്നും പറഞ്ഞ് എന്നെ വിളിച്ചതാണെന്നും പറഞ്ഞിട്ട് ചന്ദ്രമതി പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ശ്രുതിയോട് പറയുന്നുണ്ട്, നീ ഒന്ന് വിളിച്ചു നോക്ക്, ശ്രുതിനെ വിളിച്ചു നോക്കാൻ പറയുന്നു. ശ്രുതിയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്ന് പറയും. അപ്പോൾ പറയുന്ന വരുന്ന വഴിക്ക് വല്ലതും ആയിരിക്കും, അതായിരിക്കും വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തതെന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ്. രേവതിയുടെ അടുത്ത് എന്ന് വെച്ചാൽ രേവതിയോട് പറയും, നിൻ്റെ അനിയത്തി എന്തെയ്യുന്നു, കോളേജിൽ പോകാത്ത അല്ല പറയുന്നത് കല്യാണമല്ലേ, അപ്പോൾ എങ്ങനെയാണ് പോകുന്നതെന്ന് ഓർത്ത് അതിലൂടെ പോകുന്നത്. വേഗം അവളെ കോളേജിൽ പറഞ്ഞു വിടാൻ നോക്കാം, അവളെ ഇവിടെ നിർത്തുമൊന്നും വേണ്ട. ഇനി ആ പെണ്ണങ്ങാനും വന്നില്ലെങ്കിൽ എന്നിട്ട് പറയുന്നുണ്ട്, ഈ പൂക്കാരിയിൽ നല്ല മാലയൊക്കെ ആണോ കെട്ടുന്നതെന്നൊക്കെ ചന്ദ്രമതി പറയുന്നുണ്ടായിരുന്നു. മോനെ കല്യാണത്തിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ പറയും അത് ഞങ്ങൾക്കറിയില്ല, വീട്ടിലൊരു കല്യാണം പോലില്ല, അപ്പോൾ ഞങ്ങൾ നല്ല മാല തന്നെ കിട്ടുകയുള്ളൂ എന്നൊക്കെ പറയും. ആർക്കറിയാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ പൈസയ്ക്ക് വേണ്ടിയല്ല ഇനി മാല കെട്ടുന്നത്, ശ്രുതിക്ക് വേണ്ടിയല്ലേ, ശ്രുതി നമ്മുടെ വീട്ടിലൊരു കൊച്ചെന്നുള്ള രീതിയിലല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. എന്നിട്ട് രേവതിയെക്കുറിച്ച് ഇങ്ങനെ രവീന്ദ്രനൊക്കെ പറയാം, അവൾ വീട്ടിലെ കാര്യങ്ങളും എല്ലാം ചെയ്തു വന്നിട്ട് വേഗം വന്ന് അമ്പലത്തിലെ കാര്യങ്ങളുണ്ട്, മാല വെട്ടാനുള്ള കാര്യം വരെ അവൾ നോക്കുന്നുണ്ട്. അവൾ നല്ല മെടിക്കുക എന്നുള്ള കാര്യമൊക്കെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അതെ അവൾ എല്ലാവരുടെയും നല്ല മോളല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇതൊന്നും കേട്ടിട്ട് ചന്ദ്രമതിക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയാണ് കാണിക്കുന്നത്. ഇത്രയും നേരമായിട്ട് ശ്രുതി എത്തിയിട്ടില്ല. അപ്പം ബാക്കി കഥയുമായി നാളെ കാണാം.